വെൽക്കം ബാക്ക് ടു എജു. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എന്നായിരിക്കും നമുക്ക് ഷോർട്ട് എസ്സേ പ്രതീക്ഷിക്കാം? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സെറ്റ് ആക്കിയാലോ? റെഡി അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നാൽ നമ്മുടെ എജുപോർട്ട് ന്യൂ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തന്നെ ഈ ഒരു ബാച്ചിന്റെ വളരെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ ചെറിയ ഇതിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആണ്. 1999 ആണ് നമ്മൾ ഈടാക്കുന്ന. 1999 ആണ് അല്ലെ. 2000 നിന്ന് ₹1 കുറവുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് നോക്കൂ, നിങ്ങൾ 3 സെറ്റ് ഓഫ് എക്സാംസും, അത് മാത്രമല്ല ഫുൾ ചാപ്റ്റർ ആക്സസും കാര്യങ്ങളും, വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ്, ദെൻ പേഴ്സണൽ മെന്ററിങ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ? ഓൺലൈൻ ക്രാഷ് കോഴ്സാണ്. അപ്പൊ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഈ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ ആ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് നിങ്ങൾക്ക് കയ്യിൽ ലഭിക്കും. നമ്മുടെ +2 ക്രിസ്മസ് എക്സാമിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. ഈ നോട്ട്സ് മാത്രമല്ല, വേറെ എന്തൊക്കെയുണ്ട്, ഡെയിലി സ്റ്റഡി പ്ലാൻ, മൈക്രോബീറ്റ് ആൻഡ് ലൈവ് ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സെറ്റ് ആണല്ലോ? നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് ജോഗ്രഫിയിൽ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള പ്രധാനപ്പെട്ട ഷോർട്ട് എസ്സേ ടോപ്പിക്സ്. ഫസ്റ്റ് വൺ ഈസ് എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്. ഈ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. വിത്ത് എക്സാമ്പിൾ, ഉടമസ്ഥതയെ അടിസ്ഥാനമാക്കിയുള്ള വ്യത്യസ്ത തരം വ്യവസായങ്ങൾ ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് വിശദീകരിക്കുക. ഏതൊക്കെയാണ്? ഇൻഡസ്ട്രി ബേസ്ഡ്, ഫസ്റ്റ് വൺ ഈസ് പബ്ലിക് സെക്ടർ, പൊതുമേഖല വ്യവസായങ്ങൾ. പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖല വ്യവസായങ്ങൾ. ജോയിന്റ് സെക്ടർ, സംയുക്ത മേഖല വ്യവസായങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് ഏത് പറയുന്നത്, ഇൻഡസ്ട്രി ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്. അപ്പൊ നമുക്ക് നോക്കാം, എന്താണ് പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ്? ആർ ഓൺഡ് ബൈ, മാനേജ്ഡ് ബൈ ഗവൺമെന്റ് അല്ലെ. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള നിയന്ത്രണത്തിലും നടത്തപ്പെടുന്ന വ്യവസായങ്ങളാണ് ഏത് പറയുന്നത്, പൊതുമേഖല വ്യവസായങ്ങൾ. നേരെ മറിച്ച് പ്രൈവറ്റ് ആരായിരിക്കും, ഗവൺമെന്റ് ആവോ? ഒരിക്കലുമല്ല. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഓൺ പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രീസ്. ഇവിടെ ഒന്നെങ്കിൽ സ്വകാര്യ നിക്ഷേപകരുടെയോ ഉടമസ്ഥതയിലോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ കൺട്രോളിലായിരിക്കും വ്യവസായ മേഖല ഉണ്ടായിരിക്കുക. ഇവയെ നിയന്ത്രിക്കുന്നതും നടത്തിക്കൊണ്ടുപോകുന്നു സ്വകാര്യ വ്യക്തികളോ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളോ ആണ്. മെയിൻ ലക്ഷ്യം എന്തായിരിക്കും? ഇവിടെ എന്താവും? പ്രോഫിറ്റ് ആയിരിക്കും. എന്തായിരിക്കും? നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതായിരിക്കും ഉണ്ടാവുക, ലാഭം അല്ലെ. മറ്റൊന്നാണ് ജോയിന്റ് സെക്ടർ ഇൻഡസ്ട്രീസ് ആണ്. പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ മിക്സ് ആയിട്ടുള്ളതാണ് അല്ലെ. ഒരു പകുതി എന്തുണ്ടാകും, പ്രൈവറ്റ് ഉണ്ടാകും, പകുതി പബ്ലിക് ഉണ്ടാവും. ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ നടത്തുന്ന വ്യവസായങ്ങൾ പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒത്തുചേർന്ന് നടത്തുന്ന വ്യവസായങ്ങളെയാണ് നമ്മൾ സംയുക്ത മേഖല വ്യവസായങ്ങൾ എന്ന് വിളിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് ക്വീനറി ആൻഡ് കോട്ടേണറി ആക്ടിവിറ്റീസ്. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇന്ത്യയിലെ എന്തൊക്കെയാണ് പഞ്ചമ ചതുഷ്ടയ പ്രവർത്തനങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കാം. പക്ഷെ നമുക്ക് നോക്കാം കോട്ടേണറി ആക്ടിവിറ്റീസിന്റെ ഫീച്ചേഴ്സ്. അതെന്താണ്? ഇറ്റ് ഈസ് എ നോളജ് ബേസ്ഡ് സർവീസസ് ലൈക്ക് റിസർച്ച്, IT, എഡ്യൂക്കേഷൻ ആൻഡ് കൺസൾട്ടൻസി. ഗവേഷണം, IT, വിദ്യാഭ്യാസം, കൺസൾട്ടൻസി തുടങ്ങിയ വിദ്യാ അധിഷ്ഠിത സേവനമാണ് കേട്ടോ. വിദ്യാധിഷ്ഠിത സേവനങ്ങളാണ്. എന്താണ്? ഹൈലി സ്കില്ലഡ് പ്രൊഫഷണൽ യൂസിങ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി. ഉയർന്ന യോഗ്യതയും വൈദഗ്ധ്യവും ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ. സപ്പോർട്ട് അതർ ഇക്കോണമിക് സെക്ടേഴ്സ് ത്രൂ ഇൻഫർമേഷൻ ഇന്നോവേഷൻ ആൻഡ് അനാലിസിസ്.
വിവരവും നവീകരണവും വഴി സാമ്പത്തിക പ്രവർത്തനങ്ങളെ പിന്താങ്ങുന്നു. ദെൻ ക്വീനറി ആക്ടിവിറ്റീസിന്റെ മെയിൻ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അതിലൊന്ന് എന്താണ്? ടോപ്പ് ലെവൽ ഡിസിഷൻ മേക്കിംഗ് റോൾസ്. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി സിഇഒ, മിനിസ്റ്റേഴ്സോ, ടോപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ദെൻ എന്താണ്? പോളിസി മേക്കിംഗ് ആൻഡ് ലീഡർഷിപ്പ് ഫങ്ഷൻസ്. ദെൻ highly paid and allied category jobs controlling major sectors of society. ഇതൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. നമുക്ക് നെക്സ്റ്റ് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്. ഡിസ്ക്രൈബ് ദ മേജർ ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ് സൈബീരിയൻ റെയിൽവേ ആൻഡ് ട്രാൻസ് കനേഡിയൻ റെയിൽവേ. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നോക്കാം എന്താണ് ട്രാൻസ് സൈബീരിയൻ റെയിൽവേ. ഇത് എവിടുന്നാണ്? ഇത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും മോസ്കോയിലൂടെ വ്ളാഡിവോസ്റ്റോക്ക് വരെ ഇത് കടന്നു. സെന്റ് പീറ്റേഴ്സ് ടു വ്ളാഡിവോസ്റ്റോക്ക് വരെയാണ് അതിന്റെ റൂട്ട് എന്ന് പറയുന്നത്. വൈദ്യുതീകരിച്ച ഇരട്ട പാതകളുള്ള 9332 കിലോമീറ്റർ റെയിൽ പാതകളുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള റെയിൽവേ പാതമാണ് ഏത്? ട്രാൻസ് സൈബീരിയൻ റെയിൽവേ. ഇത് യുറാൽ പർവ്വതനിരകൾ, ഒബ്രീവർ, യെനിസെ നദി എന്നിവയിലൂടെ ഒഴുകി ഉക്രൈൻ, താഷ്കന്റ്, മംഗോളിയ, ബീജിംഗ് എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ലിങ്കുകൾ ഇതിന് ഉണ്ട്. ട്രാൻസ് കനേഡിയൻ റെയിൽവേ ആണ്. ഇത് എവിടുന്നാണ്? ഹാലിഫാക്സിൽ നിന്ന് വാൻകൂവറിലോട്ടോ. ഹാലിഫാക്സ് ടു വാൻകൂവർ. മോൺട്രിയൽ, ഒട്ടാവ, വിന്നിപെഗ്, കാൽഗറി എന്നിവയിലൂടെ കടന്നു പോകുന്നു. ഏത്? ട്രാൻസ് കനേഡിയൻ റെയിൽവേ. 7050 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റെയിൽവേ ലൈൻ 1886 നിർമ്മിച്ചത്. ഓക്കെ ആണല്ലോ. യെസ്. ബ്രിട്ടീഷ് കൊളോണിയൽ സംസ്ഥാനങ്ങളുടെ ഫെഡറേഷനിൽ ബ്രിട്ടീഷ് കൊളംബിയൻ സംസ്ഥാനങ്ങളുടെ ഫെഡറേഷനിൽ ചേരുന്നതിനുള്ള കരാറിന്റെ ഭാഗമായാണ് ഇത് ചെയ്തത്. എന്നാൽ പിന്നീട് ക്യൂബെക്, മോൺട്രിയൽ ഇൻഡസ്ട്രിയൽ റീജിയൻ, പ്രേരി റീജിയൻ, കോണിഫറസ് വനമേഖല എന്നിവ കാരണം ഈ റെയിൽവേ ലൈൻ പ്രാധാന്യം നേടി. അപ്പൊ ഈ രണ്ട് റെയിൽവേ പാതകൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മേജർ ഫീച്ചേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ പ്രധാന സവിശേഷതകൾ വിശദമാക്കുക. ഏതൊക്കെയാണ്? അതിലൊന്നാണ് ഏത്? വോളിയം ഓഫ് ട്രേഡ്, വ്യാപാരത്തിന്റെ വ്യാപ്തം. കോമ്പോസിഷൻ ഓഫ് ട്രേഡ്, വ്യാപാരത്തിന്റെ ഉള്ളടക്കം. ഡയറക്ഷൻ ഓഫ് ട്രേഡ്, വ്യാപാരത്തിന്റെ ദിശ. അപ്പൊ എന്താണ്? ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പഠിച്ചു വെക്കുക. നോക്കാം. വോളിയം ഓഫ് ട്രേഡ് എന്താണ്? വ്യാപാരത്തിന്റെ വ്യാപ്തം അളക്കുന്നത്. വ്യാപാരം ചെയ്യുന്ന സാധനങ്ങളുടെ ടൺ കണക്കിലെടുക്കും. അപ്പൊ എത്ര ടണ്ണാണ് അവിടെ നമ്മൾ വ്യാപാരം ചെയ്യുന്നത്, അതിന്റെ ബേസിലാണ് അതിന്റെ വ്യാപ്തി, വോളിയം അളക്കുന്നത്. എന്നാൽ വ്യാപാരം ചെയ്യുന്ന സേവനങ്ങളാണെങ്കിൽ അത് നമുക്ക് ടണ്ണിൽ അളക്കാൻ പറ്റുമോ? ഇല്ല. ഗുഡ്സ് നമുക്ക് ടണ്ണിൽ അളക്കാൻ പറ്റും, സേവനങ്ങൾ അളക്കാൻ പറ്റില്ല. അതിനാൽ വ്യാപാരം ചെയ്യുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം വ്യാപാരത്തിന്റെ അളവ് ഉൾക്കൊള്ളുന്നു. ദെൻ കഴിഞ്ഞ വർഷങ്ങളിൽ വ്യാപാരത്തിന്റെ അളവ് ക്രമാനുഗതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം ദെൻ വ്യാപാരത്തിന്റെ ഉള്ളടക്കം. ഇവിടെ കഴിഞ്ഞ 100 വർഷങ്ങൾക്കിടെ ഇറക്കുമതി ചെയ്തതും നമ്മുടെ രാജ്യത്ത് നിന്നും കയറ്റുമതി ചെയ്തതുമായ ചരക്കുകളുടെയും സേവനങ്ങളുടെയും സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വ്യാപാരം നടന്ന പ്രധാന ഇനങ്ങളായിരുന്നു ഏതൊക്കെയായിരുന്നു? പ്രാഥമിക ചരക്കുകളായിരുന്നു. എന്നാൽ പിന്നീട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കച്ചവടം ചെയ്തു. യാത്രയും ഗതാഗതവും മറ്റ് സേവനങ്ങളും നൽകുന്ന സേവന മേഖല ഇന്ന് മുന്നിലെത്തി. ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ 2ാം സ്ഥാനത്താണ് ഇന്ന്
എത്തിപ്പെട്ടത്. ഓക്കെ ആണല്ലോ? യെസ്. ദെൻ യന്ത്ര സാമഗ്രികൾ, ഗതാഗത ഉപകരണങ്ങൾ, ഇന്ധനം, ഖനന ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, വാഹന ഭാഗങ്ങൾ, ഇരുമ്പുരുക്ക്, തുണിത്തരങ്ങൾ എന്നിവ ഇന്ന് ലോകമെമ്പാടും വ്യാപാരം ചെയ്യപ്പെടുന്നുവെന്നും വലതുവശത്തുള്ള ഗ്രാഫ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, നോക്കിയാൽ മനസ്സിലാവും. തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളേക്കാൾ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ഏതാണ്? സേവന മേഖലയാണ്. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് പണം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നത് വളരെ ലാഭകരമായിട്ടുള്ള ഒരു മേഖല ഏതാണ്? സേവന മേഖലയാണ്. അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള സേവന മേഖലയുടെ പങ്ക് നമ്മൾ പെട്ടതാണ്. തന്നെ മറ്റൊന്നാണ് വ്യാപാരത്തിന്റെ ദിശ. ഓക്കെ, എന്താണ്? മുൻകാലങ്ങളിൽ വികസ്വര രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിലപിടിപ്പുള്ള വസ്തുക്കളും പുരാവസ്തുക്കളും കയറ്റുമതി ചെയ്തിരുന്നു. 19ാം നൂറ്റാണ്ടിൽ ദിശ മാറിയപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയും ഭക്ഷ്യവസ്തുക്കളും അസംസ്കൃത വസ്തുക്കളും ഇറക്കുമതി ചെയ്യുകയുമാണ് അവര് ചെയ്തിരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ദെൻ യൂറോപ്പും അമേരിക്കയും പ്രധാന കയറ്റുമതിക്കാരും ഇറക്കുമതിക്കാരും ആയി. ജപ്പാനായിരുന്നു 3ാം സ്ഥാനത്ത്. എന്നാൽ 20ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ വ്യാപാര ദിശ മാറി. ഇന്ത്യയും ചൈനയും മറ്റു വികസ്വര രാജ്യങ്ങളും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ വികസിത രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിൽ മത്സരിക്കേണ്ടി വന്നു. അപ്പൊ ഇത് എന്ത് ചെയ്യുക? ഇത് മൂന്നും നന്നായിട്ട് പഠിക്കുക. എസ്എ ക്വസ്റ്റ്യൻസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ എനി 4 ടൈപ്സ് ഓഫ് സ്പെഷ്യലൈസ്ഡ് പോർട്ട്. ഏതെങ്കിലും 4 തരം പ്രത്യേക തുറമുഖങ്ങളെ കുറിച്ച് വിശദീകരിക്കുക. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ ഈസ് ഓയിൽ പോർട്ട്, എണ്ണ തുറമുഖങ്ങൾ. പോർട്ട്സ് ഓഫ് കോൾ, സന്ദർശന തുറമുഖങ്ങള്. എൻട്രി പോർട്ട്, ചരക്കു സംഭരണ തുറമുഖങ്ങള്. നേവൽ പോർട്ട്, നാവിക തുറമുഖങ്ങൾ. ഈ ഭാഗത്ത് ഷോർട്ടസ്റ്റ് പ്രതീക്ഷിക്കും. അപ്പൊ ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഓക്കെ അല്ലേ? യെസ്. ദെൻ മറ്റൊന്നാണ് ഹൗ റീസൈക്ലിംഗ് ആൻഡ് റീയൂസിങ് വാട്ടർ ക്യാൻ ഇംപ്രൂവ് ഫ്രഷ് വാട്ടർ അവൈലബിലിറ്റി. ജലം റീസൈക്ലിംഗ് ചെയ്യുകയും പുനരുപയോഗിക്കുകയും ചെയ്യുന്നത് ശുദ്ധജല ലഭ്യത വർദ്ധിപ്പിക്കാൻ എങ്ങനെ സഹായിക്കുന്നു എന്ന് വിശദീകരിക്കുക. നോക്കാം. എന്താണ് ജലം നമ്മൾ റീസൈക്ലിംഗ് ചെയ്യുന്നതും അതുവഴി നമ്മൾ ആ വെള്ളം പുനരുപയോഗിക്കുന്നു. നദി, തടാകം, ഭൂഗർഭജലം പോലുള്ള പ്രകൃതി ശുദ്ധജല സ്രോതസ്സുകളിൽ വരുന്ന സമ്മർദ്ദം കുറയ്ക്കുന്നു. മാലിന്യജലം ശുദ്ധീകരിച്ച് കാർഷിക തോട്ടപ്പണികൾ, ശുചീകരണം, വ്യവസായ ഉപയോഗം, ടോയ്ലറ്റ് ഫ്ലഷിംഗ് എന്നിവയ്ക്കായി ഉപയോഗിച്ചാൽ ശുദ്ധജലത്തിന്റെ ആവശ്യം അവിടെ എന്ത് ചെയ്യുന്നില്ല? കുറവ് വരുന്നില്ല. നമുക്ക് വീണ്ടും വെള്ളം റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിലൂടെ ഭൂഗർഭജലം അതിയായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കി കുടിവെള്ളം പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്ക് കൂടുതൽ ശുദ്ധജലം നമുക്ക് ലഭ്യമാകും. അതുകൊണ്ട് ജലം റീസൈക്ലിംഗ്, ജലസംരക്ഷണം ഉറപ്പാക്കുകയും ശുദ്ധജല ലഭ്യത ദീർഘകാലത്തേക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അഡ്വാൻറ്റേജസ് ഓഫ് കോൺവെൻഷണൽ എനർജി റിസോഴ്സസ് ആൻഡ് നോൺ കോൺവെൻഷണൽ എനർജി റിസോഴ്സസ്. അപ്പൊ ഏതൊക്കെയാണ്? പരമ്പരാഗത ഊർജ സ്രോതസ്സുകളുടെയും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളുടെയും ഗുണങ്ങളെ വിവരിക്കുക. നോക്കാം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഗുണങ്ങൾ. എന്താണ്? സ്ഥിരവും വിശ്വസനീയവുമായ ഊർജ വിതരണം നൽകുന്നു. സാങ്കേതികവും അടിസ്ഥാന സൗകര്യങ്ങളും വികസിച്ചിരിക്കുന്നു. വ്യവസായങ്ങൾക്കും ഗതാഗതത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും വലിയ പിന്തുണ നൽകുന്നു. ഉപയോഗിക്കാനും ലഭിക്കാനും എന്താണ്? എളുപ്പമാണ് ഏത്? കൺവെൻഷണൽ എനർജി റിസോഴ്സ്. ഇനി നമുക്ക് നോക്കാം നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് ആണ് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതിന്റെ അഡ്വാൻറ്റേജസ്. എന്താണ്? പുതുക്കാവുന്നതും ക്ഷയിക്കാത്തതുമാണ് ഏത്? ഈ ഊർജ സ്രോതസ്സുകള്. പരിസ്ഥിതി സൗഹൃദവും മലിനീകരണവും വളരെ കുറവാണ്. ഫോസിൽ ഇന്ധനങ്ങളിൽ ആശ്രയം കുറയ്ക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിലേക്കും
ദൂരപ്രദേശങ്ങളിലേക്കും എന്താണ് വളരെ അനുയോജ്യമാണ് ഈ ഊർജ സ്രോതസ്സുകൾ. ഇത് കണ്ട ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2, 3 മാർക്കിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഇതുപോലെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ട് അവിടെ ഇവിടെ ഒക്കെ ചില ബ്ലാങ്ക് ആയിട്ട് ഇടും. ഏതൊക്കെയാണോ ചോദിക്കും, നമ്മൾ എഴുതി കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ ട്രാൻസ്പോർട്ടിൻ്റെതാണ് ഒന്ന് ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ, ലാസ്റ്റ് വൺ ഈസ് എയർ ട്രാൻസ്പോർട്ട്. ഈ ലാൻഡിൽ തന്നെ അറിയാലോ, ഒന്ന് റോഡ് വരുന്നുണ്ട്, റെയിൽവേ വരുന്നുണ്ട്, പൈപ്പ് ലൈന് വരുന്നുണ്ട്. ദെൻ വാട്ടറിൽ ഇൻലാൻഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സീവേ ഓർ ഓഷൻ റൂട്ട് വരുന്നുണ്ട്. എയറിൽ നാഷണൽ എയർപോർട്ടും ഉണ്ട്, ഇന്റർനാഷണൽ എയർപോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്ത് ഓരോന്നും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഇൻലാൻഡ് വാട്ടർവേ. ഈ ഒരു ഭാഗത്ത് ചാപ്റ്ററിൽ നമുക്ക് ഇൻലാൻഡ് വാട്ടർവേന്റെ നോക്കാം. എന്താണ് റെയിൽവേ വരുന്നതിന് മുൻപ് ഏറ്റവും കൂടുതലായിട്ട് ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന മാർഗമാണ് ഏത്? ജലപാത എന്ന് പറയുന്നത് ആണല്ലോ. യെസ്. എന്നാൽ റോഡ്, റെയിൽ ഗതാഗത വികസനം ജലഗതാഗതത്തിൽ കുറഞ്ഞ മത്സരം വാഗ്ദാനം ചെയ്യുകയും ചില പ്രദേശങ്ങളിൽ നദിയിൽ നിന്നുള്ള വെള്ളം ജലസേചനത്തിനായി തിരിച്ചുവിട്ടു. അതുവഴി ആ പ്രദേശങ്ങൾ സഞ്ചാരയോഗ്യമല്ലാതായി ഏത് പറയുന്നേ? നമ്മുടെ ജലഗതാഗതം. ഇന്ത്യയിൽ ഏകദേശം 14,500 കിലോമീറ്റർ സഞ്ചാരയോഗ്യമായ ജലപാതകൾ രാജ്യത്തിന്റെ ഗതാഗതത്തിന് വലിയ ശതമാനം മാത്രമാണ് സംഭാവന ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ 3700 കിലോമീറ്റർ പ്രധാന നദികള് മെക്കാനിക്കൽ ഫ്ലാറ്റ് ബോട്ടം പാത്രങ്ങളിലൂടെ സഞ്ചരിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ 2000 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ് ഇത്തരം നദീതടങ്ങളെ ഉപയോഗിക്കുന്നത്. രാജ്യത്തിന്റെ ദേശീയ ജലപാതകളെ വികസിപ്പിക്കുന്നതിനും പരിപാലിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായ 1986 ഉൾനാടൻ ജലപാത അതോറിറ്റി രൂപം നൽകുന്നത്. അപ്പൊ ഈ ടാബിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ പഠിച്ചു വെക്കാം. നമുക്ക് 1 വേർഡും ഒക്കെ ചാൻസ് കൂടുതലാണ്. കണ്ടോ നിങ്ങളെ? നാഷണൽ വാട്ടർവേ 1 ഏതൊക്കെ റൂട്ട് എങ്ങനെയാണ്? അലഹബാദ് ടു ഹാൽദിയ, നാഷണൽ വാട്ടർവേ 2, then സാദിയ ടു ദുബ്രി ഇൻ ദി റിവർ ബ്രഹ്മപുത്ര, നാഷണൽ വാട്ടർവേ 3, the വെസ്റ്റ് കോസ്റ്റൽ കനാൽ ഇൻ കേരള ഫ്രം കൊല്ലം ടു കോട്ടപ്പുറം. അപ്പൊ ഈ വാട്ടർവേ 1, 2, 3 ഒക്കെ ഇത് റൂട്ടും കൂടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നാഷണൽ വാട്ടർവേ 4 എവിടുന്നാണ്? ദ കനാൽ ഫ്രം കാക്കിനാഡ ടു പുതുച്ചേരി, then ഗോദാവരി ആൻഡ് കൃഷ്ണ റിവർ. ദ ലാസ്റ്റ് വൺ ഈസ് നാഷണൽ വാട്ടർവേ 5 ആണ്. ദെൻ ബ്രഹ്മണി മഹാനദി ഡെൽറ്റ റിവേഴ്സ് ഇസ് ലിങ്ക്ഡ് ടു ഈസ്റ്റ് കോസ്റ്റ് കനാല്. അപ്പൊ ഇത് ഓരോന്നും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാസ് മീഡിയ? മാധ്യമങ്ങളുടെ പ്രാധാന്യം എന്താണ് നോക്കാം. Then mass media refers to communication channels like newspaper, then television, radio, internet and social media that reach a large audience quickly. Its importance include then spread information quickly. അല്ലെ? ഇപ്പൊ നമുക്കറിയാം മാധ്യമങ്ങൾ വഴി ആശയവിനിമയം എന്താവും? വളരെ പെട്ടെന്നായിരിക്കും, വേഗത്തിലായിരിക്കും. ദെൻ എഡ്യൂക്കേറ്റ്സ് ദി പബ്ലിക്, പൊതുജനങ്ങളെ വിദ്യാഭ്യാസം നൽകുന്നു. ഇപ്പൊ ന്യൂസ് കാണുന്നതിലൂടെ നമ്മൾ എന്താവാണ്? ഒരുപാട് പൊതുവിവരങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. ക്രിയേറ്റ് അവയർനെസ്, സാമൂഹിക ബോധവൽക്കരണം. ഇൻഫ്ലുവൻസസ് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നു. സപ്പോർട്ട് ഡെമോക്രസി, ജനാധിപത്യത്തെ അത് ശക്തിപ്പെടുത്തുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം. How does the changes in composition after affect the functioning of major Indian port? ഇറക്കുമതി ഘടനയിലെ മാറ്റം ഇന്ത്യൻ തുറമുഖങ്ങളുടെ പ്രവർത്തനത്തെ എങ്ങനെയാണത് ബാധിക്കുന്നത്? എങ്ങനെയാവും? അപ്പൊ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഇറക്കുമതി ഘടനയിൽ വന്ന മാറ്റങ്ങൾ രാജ്യത്തെ പ്രധാന
തുറമുഖങ്ങളുടെ പ്രവർത്തനത്തെ വളരെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ആ സ്വാധീന പ്രധാന ഘടകങ്ങൾ എന്താണ്? ഇൻക്രീസ്ഡ് ഹാൻഡ്ലിംഗ് ഓഫ് പെട്രോളിയം ആൻഡ് ക്രൂഡ് ഓയിൽ. ഇവിടെ പെട്രോളിയം, ക്രൂഡ് ഓയിൽ കൈകാര്യം എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. Then as India now import large quantities of crude oil ports like Mumbai, Kandila, Mangalore, Paradip handle more oil tankers requiring. Then ഇന്ത്യയിൽ ഇപ്പോൾ വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന പോർട്ടുകളാണ്, തുറമുഖങ്ങളാണ് മുംബൈ, മാംഗ്ലൂർ, പാരാദീപ് തുടങ്ങിയ തുറമുഖങ്ങൾ. ദെൻ സ്പെഷ്യലൈസ്ഡ് ഓയിൽ ജെറ്റീസ്. ദെൻ പ്രത്യേക ഓയിൽ ജെട്ടികൾ, വലിയ സംഭരണ, ലാർജ് സ്റ്റോറേജ് ടാങ്ക്സ് അല്ലെ, വലിയ സംഭരണ ടാങ്കുകള്. പൈപ്പ് ലൈൻ ആൻഡ് റിഫൈനറീസ് നിയർ പോർട്ട്. പൈപ്പ് ലൈൻ സൗകര്യങ്ങൾ ആവശ്യമായി അല്ലെ, നമ്മുടെ നിയർ പോർട്ടിന് തൊട്ടടുത്ത് തന്നെ പൈപ്പ് ലൈൻ സൗകര്യങ്ങളൊക്കെ എന്തുണ്ട്? നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ദ നീഡ് ഫോർ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ. ആധുനിക സൗകര്യങ്ങളുടെ ആവശ്യം. Then the rise in import of machinery, electronic goods, chemicals and capital equipment demands. യന്ത്രങ്ങൾ, ഇലക്ട്രോണിക് വസ്തുക്കൾ, കെമിക്കൽസ് എന്നിവയുടെ ഇറക്കുമതി വർദ്ധിച്ചതിനാൽ. Then അതുപോലെ തന്നെ ദ മോഡേൺ കണ്ടെയ്നർ ടെർമിനൽസ്, ആധുനിക കണ്ടെയ്നർ ടെർമിനലുകളെ, അഡ്വാൻസ്ഡ് ട്രാൻസ് ആൻഡ് കാർഗോ ഹാൻഡ്ലിംഗ് സിസ്റ്റം. Then improve water using and logistic ഫെസിലിറ്റീസ് ഒക്കെ. അതായത് മറ്റൊന്നാണ് ഷിഫ്റ്റ് ടുവേർഡ് കണ്ടെയ്നേഴ്സ്, കണ്ടെയ്നർ ഗതാഗതത്തിലേക്ക് മാറൽ. ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നവയിൽ ഒരു വലിയ ഭാഗം ഉയർന്ന മൂല്യമുള്ള നിർമ്മിത വസ്തുക്കളെയാണ്. അതിനാൽ കണ്ടെയ്നർ ഗതാഗത വർധനവും ദെൻ കണ്ടെയ്നർ യാർഡുകളുടെ ട്രക്കിംഗ് സിസ്റ്റങ്ങളും ദെൻ JNPT, ചെന്നൈ, കൊച്ചി തുടങ്ങിയ തുറമുഖങ്ങളുടെ വിപുലീകരണവും ആവശ്യമായിട്ട് വന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ ആ ഒരു ഭാഗം നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഷുഗർ കെയിൻ. അറിയാലോ, പഞ്ചസാര, കരിമ്പ് കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കരിമ്പ് കൃഷിയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ തയ്യാറാക്കൂലേ? സെറ്റല്ലേ? ഓക്കെ ആണല്ലോ? നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ കഴിഞ്ഞ എക്സാമിനൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. നമുക്ക് നോക്കാം ഷുഗർ കെയിൻ. അണ്ടർ rainfed condition, sugarcane is cultivated in subhumid climate. In most of the places we have to provide irrigation facilities to have a good harvest. മഴയെ ആശ്രയിച്ച് ഈർപ്പം കുറഞ്ഞ കാലാവസ്ഥയിലാണ് കരിമ്പ് കൃഷി ചെയ്യുന്നത്. നല്ല വിള ലഭിക്കാൻ മിക്ക സ്ഥലങ്ങളിലും ജലസേചനം എന്താണ് അല്ലെ? ചിലപ്പോ ജലസേചന സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ദെൻ മഴയെ മാത്രം ആശ്രയിച്ചായിരിക്കും. ആ സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ എന്ത് വേണ്ടരും? ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒക്കെ അതിന് അത്യാവശ്യമാണ്. Then concentration of sugarcane cultivation is found in Uttar Pradesh, Meghalaya, Gujarat, Karnataka, Tamil Nadu and Andhra Pradesh. Brazil is the largest producer of sugarcane in the world. India comes second. അപ്പൊ ഇന്ത്യ രണ്ടാമത്തെ സ്ഥാനമാണ് അല്ലെ ഷുഗർകെയിൻ ഉൽപ്പാദിപ്പിക്കുന്നതിൽ. We produce about 23% of the world പ്രൊഡക്ഷൻ. അപ്പൊ ഉത്തർപ്രദേശ്, മേഘാലയ, ഗുജറാത്ത്, കർണാടക, അതുപോലെ തന്നെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലൊക്കെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. കരിമ്പ് ഉൽപാദന ലോകത്തിലെ ഏറ്റവും ഫസ്റ്റ് സ്ഥാനം ആർക്കാണ്? ബ്രസീലാണ്. സെക്കൻഡ് നമ്മുടെ ഇന്ത്യക്കുമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ലോകത്ത് ഉൽപാദനത്തിൽ 23% നമ്മുടെ ഇന്ത്യയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ദെൻ എന്നാൽ പ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മൊത്തം കൃഷിയുടെ
2.4% മാത്രമേ നമ്മൾ കരിമ്പ് കൈവശപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മുടെ കരിമ്പ് ഉൽപാദനത്തില് 2.5 ഉത്തർപ്രദേശിൽ നിന്നാണ് നമുക്ക്. അപ്പൊ 5ൽ 2 എവിടുന്ന് നമുക്ക് കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നേ? UP-യിൽ നിന്നാണ്. ദെൻ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവ വളരെ ഉയർന്ന വിളവ് ലഭിക്കുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ആരാണ്? UP ആണ്, ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, മറ്റു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് the 4 different types of rural settlement in India and explain any 3 or 2. അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം. 4 ഉണ്ടെങ്കിൽ അതിൽ 2 3 ഒക്കെ എത്ര മാർക്കിനാണോ ചോദിച്ചത് അതിനനുസരിച്ചിട്ട് എഴുതാം. ഇന്ത്യയിലെ ഗ്രാമീണ വാസസ്ഥലങ്ങളെ കണ്ടെത്തുക. അതിലേതെങ്കിലും 3 ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ക്ലസ്റ്റേർഡ്, സെമി ക്ലസ്റ്റേർഡ്, ഹാംലെറ്റഡ്, അതുപോലെ ഐസൊലേറ്റഡ് ഒക്കെ എന്താണ് പ്രധാനപ്പെട്ട വാസസ്ഥലങ്ങളാണ്. ഇതൊക്കെ ഓരോന്ന് ഷേപ്പും കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് ക്ലസ്റ്റേർഡ്. കേന്ദ്രീകൃത അധിവാസ കേന്ദ്രങ്ങൾ. അപ്പൊ ഇത്തരം ഗ്രാമങ്ങളിൽ ജനങ്ങളുടെ വാസപ്രദേശത്തെ ചുറ്റുമുള്ള കൃഷിയിടങ്ങളെ, പുൽമേടുകൾ എന്നിവയിൽ നിന്ന് വേർതിരിച്ചിരിക്കും. തെരുവ് വീതികളുടെ ഇരുവശങ്ങളിലുമാണ് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഷേപ്പായിരിക്കും ഈ ഒരു സെറ്റിൽമെന്റിന് ഉണ്ടായിരിക്കുക. ദെൻ ഇപ്പൊ പലപ്പോഴും വലിപ്പത്തിലും ആകൃതിയിലും കാണപ്പെടുന്നുണ്ട്. ദെൻ ദീർഘചതുരാകൃതിയിലും വൃത്താകൃതിയിലും നിരനിരയായും മറ്റും ഇവ കാണപ്പെടുന്നുണ്ട്. ദെൻ ജലദൗർലഭ്യം നേരിടുന്ന പ്രദേശങ്ങളിൽ ഈ കൂട്ടങ്ങളിൽ വീടുകൾ ബൾട്ടാണ്. എല്ലാ ഗ്രാമവാസികൾക്കും ദൗർലഭ്യമായ ജലം ലഭ്യമാകുന്നതിനുള്ള ജനവാസ കേന്ദ്രങ്ങളുണ്ട്. ഇത്തരം ജനവാസ കേന്ദ്രങ്ങൾ രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതലായിട്ട് ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ് കാണപ്പെടുന്നത്. മറ്റൊന്നാണ് സെമി ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ് ആണ് അർദ്ധ കേന്ദ്രീകൃത അധിവാസ കേന്ദ്രങ്ങൾ. ഇത് സെമി ക്ലസ്റ്റർ സെറ്റിൽമെന്റ് ഒരു വലിയ കോംപ്ലക്റ്റ് ഗ്രാമത്തിന്റെ ഫലമോ ഫ്രാഗ്മെന്റേഷൻ അല്ലെങ്കിൽ സ്റ്റെറിയോട്ടറിയുടെ ഭാഗമായിട്ടോ ആണ് അത് ഉണ്ടാകുന്നത്. ഗ്രാമത്തിലെ ഒരു വലിയ വിഭാഗം ആളുകൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലാൽ ആ ഗ്രാമത്തിൽ നിന്നും മറ്റ് ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ നിർബന്ധിതരാകുമ്പോഴാണ് ഇതുപോലെയുള്ള സെമി ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റുകൾ രൂപപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഭൂമിയുടെ ഉടമസ്ഥതയിലുള്ള സമൂഹം അല്ലെങ്കിൽ ഏറ്റവും പ്രബലമായ സമൂഹം ഗ്രാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം കൈവശപ്പെടുത്തുമ്പോൾ ബാക്കിയുള്ളവരെ താഴ്ന്ന വിഭാഗക്കാർ വിട്ട് കൊടുക്കുന്നു. ചെറുകിട തൊഴിലാളികൾ ഗ്രാമത്തിന്റെ പുറം ഭാഗങ്ങളിൽ താമസിക്കുകയും ഗുജറാത്ത് സമതലങ്ങളിലും രാജസ്ഥാനിലും നമുക്ക് ഈ ഒരു രീതിയിലുള്ള സെറ്റിൽമെന്റുകൾ നമുക്ക് കാണാൻ സാധാരണയാണ്. ഓക്കെ ആണല്ലോ. ഹാംലെറ്റ് സെറ്റിൽമെന്റ്, തേർഡ് വൺ ഈസ് ചെറു ഗ്രാമങ്ങളിലെ അധിവാസ കേന്ദ്രങ്ങൾ. ഇവിടെ ഒരു സെറ്റിൽമെന്റ് ആകുമ്പോൾ പരസ്പരം വേർപെടുത്തിയ നിരവധി യൂണിറ്റുകളായി വിഘടിച്ചതിന് നമ്മൾ വിളിക്കുന്നു. അവയെ കുഗ്രാമങ്ങളുള്ള സെറ്റിൽമെന്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ പന്ന, പാര, പള്ളി, നാഗദാനി തുടങ്ങിയ പൊതുവായ പേരുകൾ നൽകിയിട്ടുണ്ട് ഈ പ്രദേശങ്ങൾക്ക്. വംശീയ കാരണങ്ങളാലോ സാമൂഹിക ഘടകങ്ങളിലോ ഇത്തരം വിഘടനം കാണപ്പെടാറുണ്ട്. ദെൻ ഗംഗാ സമതലം, ഛത്തീസ്ഗഡ്, ഹിമാലയൻ താഴ്വരകൾ എന്നിവിടങ്ങളിൽ ഇത്തരം കുഗ്രാമങ്ങളുള്ള വീടുകൾ നമുക്ക് കാണപ്പെടും. The last one is the dispersed settlement or ഐസൊലേറ്റഡ് സെറ്റിൽമെന്റ്. ഇപ്പൊ ഏതെങ്കിലും കുന്നിന്റെയോ മലയുടെയോ മുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ 1 2 ഒക്കെ ആയിട്ട് ചിതറിക്കിടക്കുന്ന വാസസ്ഥലങ്ങളാണ് ഏത് ഒറ്റപ്പെട്ട വാസസ്ഥലങ്ങള്. ഏതാനും കുടിലുകളും ഫാമുകളും മേച്ചിൽപ്പുറങ്ങളും ചിതറിക്കിടക്കുന്ന വാസസ്ഥലങ്ങളാവും ഇവിടെ ഉണ്ടാവുക. വാസയോഗ്യമായ പ്രദേശം ഛിന്ന ഭിന്നമായ ഭൂമിയുടെ അല്ലെങ്കിൽ ചെരിവുകളുടെ ശിഥിലമായ സ്വഭാവമാണ് ഇതിന്റെ പ്രധാന കാരണം. മേഘാലയ, ഉത്തരാഞ്ചൽ, ഹിമാചൽ പ്രദേശ്, കേരളം എന്നിവിടങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങൾ ഇതിന് എക്സാമ്പിൾ ആണ്. ഇതിന് ഐസൊലേറ്റഡ് സെറ്റിൽമെന്റിന് എക്സാമ്പിൾ ഒക്കെയാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കാം. The characteristics features of
ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. സ്ഥാനാന്തര കൃഷിയുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The shifting cultivation is a traditional agricultural practice commonly found in tropical rainforest and hilly region. Here are the characteristic features of the shifting cultivation. ഇത് നമുക്ക് ഉഷ്ണമേഖല മഴക്കാടുകളിലും കുന്നിൻ പ്രദേശങ്ങളിലുമാണ് സാധാരണയായിട്ട് ഈ ഒരു പരമ്പരാഗത കാർഷിക രീതി കാണപ്പെടുന്നത്. അതിന് മെയിൻ ഫീച്ചേഴ്സ് ആണ്. ഒന്ന് എന്താണ്? ഒന്ന് കത്തിച്ചു കളഞ്ഞുകൊണ്ട് ഭൂമിയെ വെട്ടിമാറ്റൽ. ദെൻ കൃഷിക്കായി ഭൂമി വൃത്തിയാക്കുന്നതിനായി വനങ്ങളോ സസ്യങ്ങളോ വെട്ടി കത്തിക്കുന്നു. ആ ചാരം ആ ഭൂമിയിൽ തന്നെ നിക്ഷേപിച്ച് അവിടെ മണ്ണിൽ പോഷകങ്ങൾ ചേർക്കുന്നു. അതൊരു രീതിയാണ്. ദെൻ കൃഷിയുടെ ഹ്രസ്വകാലയളവ് മണ്ണിന്റെ ഫലപുഷ്ടത കുറയുന്നത് വരെ കുറച്ച് വർഷത്തേക്ക് 1, 2, 3 വർഷത്തേക്ക് കുറച്ച് വർഷത്തേക്ക് അത് എന്ത് ചെയ്യാണ്? വിളകൾ വൃത്തിയാക്കി ഭൂമിയിൽ വളർത്തുന്നു. ദെൻ തേർഡ് വൺ ഈസ് ലളിതമായ ഉപകരണങ്ങളോ പരമ്പരാഗത രീതികളും കർഷകർ കോൽക്കത്തി, ദെൻ കുഴിക്കുന്ന വടി, വെട്ടുകത്തി തുടങ്ങിയ അടിസ്ഥാന പ്രാകൃതമായ ട്രഡീഷണൽ ടൂൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് അവർ കൃഷി നടത്തുന്നത്. അതുപോലെ ആധുനിക യന്ത്രങ്ങളൊന്നും അവിടെ ഇല്ല. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതിന് പ്രധാനപ്പെട്ട ഷോർട്ടസ്റ്റ് ടോപ്പിക്സുകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ ലഭിക്കും, അല്ലെങ്കിൽ ഈ ഒരു നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ +2 ജോഗ്രഫിയുടെ ക്രിസ്മസ് എക്സാമിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നോട്ട്സ് മാത്രമല്ല, നോക്കൂ, നിങ്ങൾക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വളരെ സൂക്ഷ്മമായി തയ്യാറാക്കിയ മൈക്രോ ബിറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ദെൻ ഓൾ സബ്ജക്റ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ഒരു സുവർണാവസരമാണ്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.